ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ്. നമ്മൾ ഗൂഗിൾ പേയിൽ പല ആൾക്കും പൈസ അയച്ചിട്ടുണ്ടാകും, പക്ഷെ അത് നമുക്ക് നമ്മുടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ തന്നെ അങ്ങനെ കാണാൻ പറ്റുന്നതാണ്. അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടാകും, പക്ഷെ അത് അധികം ആർക്കും എങ്ങനെ നമ്മുടെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാമെന്ന് അറിയില്ല. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ആ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്നാണ്. നമ്മളിപ്പം ഗൂഗിൾ പേയിൽ ആർക്ക് പൈസ സെൻഡ് ചെയ്തതാണെങ്കിലും അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി നമ്മുടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നുവെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ലോക്ക് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുകളിലായിട്ട് നമ്മുടെ ഒരു ജിമെയിലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിലെന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിനുശേഷം അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ അടിയിലായിട്ട് എന്താണ് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെയും കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ എന്ത് അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെയും കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ രണ്ടാമതായിട്ട് തന്നെ പേ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് ലോഡ് ആവുന്നതാണ്. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മുടെ ഫോണിൻ്റെ ലോക്കൊന്ന് എന്താണെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുക, ഇവിടെ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഒന്ന് ലോഡാവുന്നതാണ്. കുറച്ച് സമയത്ത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും വിവോ ആൻഡ് ഗൂഗിൾ ട്രാൻസാക്ഷൻ ആൻഡ് അതർ ഡാറ്റ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ അടിയിലോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത് മൊത്തം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ പൈസ വെച്ചാൽ അതൊക്കെ ഇവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഏത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് ഡിലീറ്റ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ആ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇവിടെ ഒരു തെറ്റൈക്കൺ കാണാൻ സാധിക്കും. ആ തെറ്റൈക്കണെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആവുന്നതാണ്. അതിനുശേഷം ഗോ ഇറ്റ് എന്ന് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായി തന്നെ ഡിലീറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിക്കൊണ്ട് തന്നെ ഏതൊരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.